Celeste Aspinwall, Horncard, HMC. ഹലോ, നിങ്ങൾ ആരെങ്കിലും ഷഹബാസ് അമൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഷഹബാസ് അമൻ്റെ ഷഹബാസ് പാടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിക്ക് പോവുകയാണ് കേട്ടോ. അവധി ദിവസങ്ങളിൽ പൊതുവേ കുറച്ച് മടിയൊക്കെ കൂടുതലായിരിക്കുമല്ലോ. പക്ഷെ എന്നാലും ഞങ്ങൾ രണ്ടാളും ഒരു 7:30 എണീച്ച് 8 മണിയായപ്പോഴത്തേക്കും ജിമ്മിലൊക്കെ പോയി കുട്ടപ്പന്മാരായി തിരിച്ചു വന്നു. ഇന്ന് ഷെഫ് ആനന്ദിനാണ് കിച്ചൺ ഡ്യൂട്ടി. എനിക്ക് കുറച്ച് വർക്കൊക്കെ പെൻഡിങ്ങിലുണ്ട്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. മീൻവൈൽ മിസ്റ്റർ ആനന്ദ് കുക്ക് ചെയ്യട്ടെ. ഞാൻ പോയി ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ പരിപാടികളിലൊക്കെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ പോയി എന്താ അവിടെ സംഭവിക്കണേന്നൊക്കെ ഇങ്ങനെ ഒന്ന് എത്തി നോക്കിയിട്ട് വരും. ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ, നമ്മുടെ സാധാ സാധനങ്ങളൊന്നും അല്ല. അല്ലെങ്കിലും ആനന്ദ് കിച്ചണിൽ കയറിയാൽ അങ്ങനെ ചില്ലറ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഈശ്വര, ഇതൊക്കെ ഞാൻ ക്ലീൻ ആക്കേണ്ടതാണല്ലോ. ഞങ്ങൾ തമ്മിലുള്ളൊരു ധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആര് കുക്ക് ചെയ്യുന്നോ മറ്റേ ആൾ ക്ലീൻ ചെയ്യുന്നുള്ളതാണ്. അതാവുമ്പോൾ ഒരാൾക്ക് ഫുള്ള് പണിയെടുത്ത് ഭയങ്കര എക്സോസ്റ്റഡ് ആവില്ലല്ലോ. ഓൾസോ മറ്റേ ആൾക്ക് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. ഞാൻ വീക്ക്ലി വൺസ് ബെഡ്ഷീറ്റ്സും പില്ലോ കവേഴ്സും ഒക്കെ മാറ്റും കേട്ടോ. അതുപോലെ വീക്ക്ലി വൺസാണ് ഞാൻ മിക്കവാറും അലക്കാറ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലോണ്ട്രി ബാഗിന് കുറച്ച് വലിപ്പവും കൂടി, രണ്ടാളുടെയും ഡ്രസ്സും ഉള്ളതുകൊണ്ട് എപ്പോഴും നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരു വെൻസ്ഡേ ഒക്കെ ആകുമ്പോൾ, ഒരു മിഡ് വീക്ക് ആകുമ്പോൾ ഒന്ന് കഴുകിയൊക്കെ ഇടും. ഞാൻ പെൻഡിങ് വർക്ക് തീർക്കൽ, കുളിക്കൽ, അലക്കൽ തുടങ്ങിയ അറ്റകുറ്റ പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഷെഫ് ആനന്ദ് നമ്മളുടെ സ്പെഷ്യൽ ഡിഷ് അമേരിക്കൻ ചോപ്പ് സൂയി റെഡിയാക്കിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് കുറച്ച് വർക്കും കൂടി ഉണ്ട്. ഓൾസോ കുറച്ച് നൂഡിൽസൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടെന്നാണ് ആനന്ദ് പറഞ്ഞത്. സോ ഐ ഹാവ് ടു വെയിറ്റ്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഓ യാ, വിളി വന്നു ഗൈസ്. ചെറുതായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ എന്താ, നമ്മളെ കുട്ടൻ ഉണ്ടാക്കിയതല്ലേ. ഞങ്ങൾക്കൊരു കുഴിഞ്ഞ പാത്രമില്ല, അതുകൊണ്ട് ഞങ്ങൾ സാധാ ചോറുണ്ണുന്ന പാത്രത്തിൽ തന്നെയാട്ടോ ചോപ്പ് സൂയി കഴിക്കുന്നത്. പക്ഷെ സോ ഗുഡ്, റിയലി ഗുഡ്. ആനന്ദ് ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. രാവിലെ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് നേരെ കയറിയതാണ് അടുക്കളയിൽ. പാവം, എന്തായാലും നൈസായിട്ടുണ്ടായിരുന്നു. ഓഫീസ് ഞങ്ങൾ രണ്ടാളും കാണുന്ന ഒരു സീരീസാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സീരീസാണ്. കണ്ടു കഴിഞ്ഞതാ മുന്നേ, പക്ഷെ എന്നാലും ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കാണും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കിംഗ് കഴിഞ്ഞവൻ പോയി. അടുക്കള ഒരു യുദ്ധാക്കളമായിട്ട് നിൽക്കുകയാണ്. ഇനി എൻ്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ക്ലീൻ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. ഐ തിങ്ക് മെനി ഓഫ് യു മൈറ്റ് റിലേറ്റ്. നമ്മളിങ്ങനെ ഭയങ്കര മനസ്സൊക്കെ ഇങ്ങനെ ഫോഗി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്താൽ ശരിക്കും മനസ്സിൽ തന്നെ ആ ഒരു ക്ലെൻലിനെസ് ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ടോ നിങ്ങൾക്ക്? പിന്നെ എൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്നെ എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ റീഅറേഞ്ച് ഒക്കെ ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആക്കും. എന്നിട്ട് ഞാൻ തന്നെ വാതിലൊക്കെ അടച്ചിട്ട് പുറത്ത് പോയിട്ട് വാതിൽ തുറന്ന് കയറി വരും. എന്നിട്ട് ഞാനിങ്ങനെ പുറത്തുനിന്ന് ഒരാൾ ഇതിങ്ങനെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ എൻ്റെ റൂമിനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യും. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, അമ്മ ഇങ്ങനെ വൈകുന്നേരം വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ ക്ലീൻ ചെയ്യാൻ വിളിക്കും. അപ്പം ഞാനിങ്ങനെ ഓരോ ഭാഗം എടുത്ത് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ അമ്മ എന്നെ വിളിക്കുന്നൊരു ചെല്ലപ്പേരുണ്ട്, നീറ്റ് വത്സലാന്ന്. അപ്പോൾ നീറ്റ് വത്സലയുടെ നല്ല ക്ലീൻ കിച്ചൺ കണ്ടോ? ആഹാ, വെട്ടി തിളങ്ങുന്നില്ലേ? തിളങ്ങുന്നില്ല, പക്ഷെ എന്നാലും നല്ല ക്ലീൻ ആയിട്ടില്ലേ? സമയം ഇപ്പം തന്നെ ഉച്ചര കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വൈകാതെ ഒരു 4:30 പോരാ 3:30 ആകുമ്പോൾ ഇറങ്ങണം. എന്നാൽ നമ്മളൊരു അരമണിക്കൂർ 3/4 മണിക്കൂറിൽ അവിടെ എത്തി. അഥവാ തിരക്കുണ്ടെങ്കിലും നമുക്ക് മോശമില്ലാത്തൊരു സീറ്റൊക്കെ വേണ്ടേ? ഷഹബാസ് അവനെ നമുക്ക് നേരിട്ട് അടുത്ത് കണ്ടിട്ട് വേണ്ടേ പാട്ടൊക്കെ കേൾക്കാൻ? യെസ്, എത്തി. പക്ഷെ കുറച്ചധികം നേരത്തെ ആയിപ്പോയി. പരിപാടി 7 മണിക്ക് തുടങ്ങുള്ളൂ അത്രേ. പക്ഷെ ഇപ്പോൾ സമയം 4:30 ആയിട്ടേ ഉള്ളൂ. നമുക്ക് 5:30, 6:30, 2.5 മണിക്കൂർ മാത്രമേ കൊല്ലാനുള്ളൂ. ഓക്കെ,
പൈസ ചിലവാകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപാട് നേരത്തെ വന്നാൽ ഇതുപോലെ പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവാകും. എൻ്റെ പീപ്പിൾ പ്ലീസിങ് കൊണ്ട് മാത്രം ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു. ആക്ച്വലി എനിക്ക് വേണമായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ വാങ്ങിയത് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഷഹബാസ് അമൻ 7 മണിക്കേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ 5:30 ആകുമ്പോൾ വെന്യൂ ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള ബോറടി നമുക്കിവിടെ സീറ്റിലിരുന്നു കൊണ്ട് ആവാമെന്ന് കരുതി. ദേ പുള്ളി വന്നു. ഇനി ഞാനൊന്നും പറയുന്നില്ല, പുള്ളി ഇങ്ങനെ ഇരിക്കാൻ കാരണമായ പ്രപഞ്ചത്തിൽ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ കാരണങ്ങൾക്കും ആദരവോടെ പ്രണാമം. ആരൊക്കെ അവിടെ ഉള്ളത് നോക്കിയിട്ടേ ഇല്ല, അതുകൊണ്ട് കണ്ണും പൊട്ടി തുടങ്ങുന്നുണ്ട്. കുറച്ച് കേട്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ഉച്ചത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. മെല്ലെ കോന്തല എന്ന് പറഞ്ഞാൽ അറിയില്ല, ആഞ്ചൽ കി സഹാര എന്ന് പറയും. ഇത് ഇവിടെ മെല്ലെ ഒളിപ്പിച്ച് കൊണ്ടുവന്നു. ഒളിപ്പിച്ച് തന്നെ കൊണ്ടുവന്ന കോന്തല നെല്ലിക്ക് എങ്ങനെ പാടും? അതൊക്കെ പുറത്തിട്ടു. പിന്നെ 2007 അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടി. അത് കഴിഞ്ഞ് ലോങ് കെയർ ജെമ്മിലൂണി എന്ന് പറഞ്ഞൊരു പാട്ടും പാടി പുള്ളി അവസാനിപ്പിച്ചു. എൻ്റെ അമ്മോ, ഭയങ്കര രസമുള്ളൊരു കോൺസേർട്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഷഹബാസ് അമനെ നേരിട്ട് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും കേൾക്കണം. നമ്മളെ ഹൃദയം കുളിരുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇറ്റ് വാസ് റിയലി സച്ച് എ ഗ്രേറ്റ് ഡേ. ഷഹബാസ് അമൻ ലിറ്ററലി മെയ്ഡ് അവർ ഡേ. ഞാനിതിങ്ങനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നല്ല കേട്ടോ, പക്ഷേ ഭയങ്കര ക്ലെൻസിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം എന്താണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നൊക്കെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെയാണ് വീട്ടിൽ പോയത്.